ഹലോ, ഇന്ന് നമുക്ക് തേങ്ങ വെള്ളം ഉപയോഗിച്ച് നല്ല ടേസ്റ്റുള്ള വെള്ളയപ്പം ഉണ്ടാക്കി നോക്കാം. ആദ്യം നമുക്ക് ഒരു തേങ്ങയുടെ വെള്ളം ഒരു ഗ്ലാസ്സിൽ ഇങ്ങനെ എടുത്തു വയ്ക്കണം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു 15 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് കുറച്ച് പച്ചരി എടുക്കണം. ഇത് 2.25 ഗ്ലാസ് അളവിൽ പച്ചരിയാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു 6 മണിക്കൂർ അരി കുതിരാൻ വെക്കണം. 6 മണിക്കൂറിന് ശേഷം അരി നല്ലപോലെ കഴുകി ഒരു മിക്സി ജാറിലോട്ട് മാറ്റാം. ഇനി അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് അളവിൽ ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ചോറ് ചേർക്കണം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച തേങ്ങ വെള്ളം അതിലേക്ക് ഒഴിക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം. ഇനി നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ലപോലെ മിക്സാക്കാം. തേങ്ങ വെള്ളം ഞാൻ 1.25 ഗ്ലാസ് അളവിലാണ് എടുത്തത്. 2.25 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് തേങ്ങ വെള്ളം എന്ന തോതിൽ. നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ തേങ്ങയുടെ വെള്ള ഭാഗം മാത്രം ചിരകിയെടുക്കാൻ ശ്രദ്ധിക്കണം. ബ്രൗൺ നിറമുള്ള അതിൻ്റെ കറ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് പാത്രം അടച്ച് വെച്ച് പാത്രം ഒരു പ്ലാസ്റ്റിക് കവറിലോട്ട് മാറ്റാം. ഇപ്പോൾ മഴയല്ലേ, നല്ല ഒരു ഇളം ചൂടിനാണ് നമ്മുടെ അരിക്കൂട്ട് നല്ല പോലെ പതഞ്ഞ് പൊങ്ങുക. ഇനി ഈ അരിക്കൂട്ട് ഒരു 9-10 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 9 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പാത്രം തുറന്ന് അരിക്കൂട്ട് നോക്കാം. നല്ല പോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. കണ്ടോ? നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർക്കാം. ടീസ്പൂൺ അളവിലാണ്. മിക്സാക്കാം. ഇനി നമുക്ക് അപ്പപ്പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് കൂട്ടതിലോട്ട് ഒഴിച്ചു നോക്കാം. കൂട്ടൊഴിച്ചതിന് ശേഷം ഒന്നിങ്ങനെ വഴറ്റണം. അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും തുറന്ന് നോക്കാം. കണ്ടോ? നല്ല സോഫ്റ്റായ അപ്പമായി കിട്ടിയിട്ടുണ്ട്. വീണ്ടും ഒഴിക്കാം. നമ്മൾ ഈസ്റ്റോ അങ്ങനെയുള്ള ഒരു കെമിക്കലും ചേർക്കാതെയാണ് തേങ്ങ വെള്ളം കൊണ്ട് നമുക്ക് നല്ല വെള്ളയപ്പം കിട്ടുന്നത്. കഴിക്കാനും ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ്. നല്ല സൂപ്പർ വെള്ളയപ്പം. ഇനി നമുക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും ടേസ്റ്റുള്ള വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കി നോക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 2 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി കഷ്ണങ്ങളാക്കിയത്, 1 ക്യാരറ്റ് കഷ്ണങ്ങളാക്കിയത്, 2 പച്ചമുളക്, 1 സവാള ചെറുതായിട്ടരിഞ്ഞത്, ഒരു 2-3 ബീൻസ് ചെറുതായിട്ടരിഞ്ഞത്. എല്ലാം നമുക്കൊരു കുക്കറിലോട്ട് മാറ്റാം. ഉരുളക്കിഴങ്ങ്,
ക്യാരറ്റ്, ബീൻസ്. സവാളയുടെ ഒരു പകുതി മാത്രമേ ഞാൻ കുക്കറിലിട്ടിട്ടുള്ളൂ. പച്ചമുളക്, ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് സ്റ്റൗവിലോട്ട് വെച്ച് എല്ലാം വേവിച്ചെടുക്കണം. ഒരു 2 വിസിൽ കൊണ്ട് കഷ്ണങ്ങളൊക്കെ വേവും. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ ഇതുപോലെ ചിരകി മിക്സി ജാറിലിട്ട് അതിലേക്കൊരു 1/2 ഗ്ലാസ് അളവിൽ വെള്ളമൊഴിക്കാം. ഇനി പെട്ടെന്ന് മിക്സിയിലിട്ട് കറക്കിയെടുക്കണം, അധികം അരഞ്ഞു പോകരുത്. ഒരു അരിപ്പ ഉപയോഗിച്ച് അതിൻ്റെ പാൽ നമുക്കിങ്ങനെ അരിച്ചെടുക്കണം. മുഴുവൻ പാലും ഇതുപോലെ എടുക്കണം. ഇനി നമുക്ക് ഒരു പാത്രം സ്റ്റൗവിലോട്ട് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഒരു 2 ഏലക്കായ ഇതുപോലെ അതിൻ്റെ തലഭാഗം ഇങ്ങനെ കീറി കൊടുത്തിട്ട് വെളിച്ചെണ്ണയിലോട്ടിടാം. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. കുറച്ച് ഒരു 5-6 എണ്ണം ഗ്രാമ്പൂ കൂടി ചേർക്കണം. ഇനി സവാള മുറിച്ചിട്ടതിൽ പകുതി ഞാൻ മാറ്റി വെച്ചിരുന്നു, അതിപ്പോൾ ചേർക്കാം. വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ഇപ്പോൾ ചേർക്കാം. പച്ചമുളക് നമ്മൾ നേരത്തെ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്നിങ്ങനെ ഉടച്ചെടുക്കണം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ചേർക്കാം. നല്ല പോലെ ഒന്ന് മിക്സാക്കാം. ഒന്ന് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കാം. നല്ല പോലെ ഒന്ന് ഇളക്കാം. ഇനി ഒരു 3/4 ടീസ്പൂൺ അളവിൽ പൊടിയുപ്പ് ചേർക്കാം. ഉപ്പൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് തിളച്ച് കുറുകി വരണം. നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൂ ഒരു ബൗളിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ വെള്ളയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.